ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള 4096 കിലോമീറ്റർ നീളമുള്ള അതിർത്തി ലോകത്തിലെ ഏറ്റവും നീളമുള്ള കര അതിർത്തികളിൽ ഒന്നാണ്. ഇത് 1947 വിഭജനവും 1971 ബംഗ്ലാദേശ് വിമോചന സമരവും ഉൾപ്പെടെയുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ടതാണ്. എന്നാൽ ഇന്നുവരെ ചില മേഖലകളിൽ അതിർത്തി പൂർണ്ണമായും നിർണയിക്കപ്പെട്ടിട്ടില്ല. ഈ അവസരം മുതലെടുത്തുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ മനുഷ്യക്കടത്തും കള്ളക്കടത്തും കുറ്റവാളികളുടെ സഞ്ചാരവും വിപുലമായി തന്നെ നടക്കുന്നുണ്ട്. ഇതിനൊരു അറുതി വേണമെന്ന് ചിന്തിച്ച് മുൾക്കമ്പിവേലി എന്ന ആശയത്തിലേക്ക് BSF എത്തുകയായിരുന്നു. 2025 ജനുവരി 11 ബംഗ്ലാദേശിലെ മാൽഡ അതിർത്തിയിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള മയക്കുമരുന്ന് സംഘത്തിന് നേരെ BSF വെടിയുതിർക്കുകയുണ്ടായി. ഇവിടമാണ് എല്ലാത്തിൻ്റെയും തുടക്കം. മെഖ്ലിഗഞ്ചിലെ ഗ്രാമവാസികൾ ബംഗ്ലാദേശ് എൻക്ലേവിന്റെ ദഹാഗ്രാം അങ്കപ്പോട്ടയുടെ അതിർത്തിയുടെ ഭാഗങ്ങൾ വേലികെട്ടാൻ തുടങ്ങി. ഈ പ്രക്രിയ BSF സുഗമമാക്കി. 4 അടി ഉയരമുള്ള കമ്പിവേലി കെട്ടുന്നതിൽ നിന്ന് അവരെ തടയാൻ ബംഗ്ലാദേശിന്റെ ബോർഡർ ഗാർഡ് ശ്രമിച്ചു. ബംഗ്ലാദേശിൽ നിന്ന് വഴിതെറ്റി അവരുടെ വിളകൾ മേയുന്ന കന്നുകാലികളെ തടയാനാണ് ഈ വേലി കെട്ടുന്നതെന്ന് ഗ്രാമവാസികൾ പറഞ്ഞു. ബംഗ്ലാദേശിന് ഫെൻസിംഗുമായി ബന്ധപ്പെട്ട് പ്രധാനമായും 2 പ്രശ്നങ്ങളുണ്ട്. ആദ്യത്തേത്, അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് 150 യാർഡിനുള്ളിൽ ഫെൻസിംഗ് പാടില്ലെന്ന 1975 കരാറാണ് പ്രധാനമായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. രണ്ടാമത്തേത്, അന്താരാഷ്ട്ര അതിർത്തിയിലെ താമസക്കാർക്ക് അസൗകര്യം ഉണ്ടാക്കുന്നു എന്നതാണ്. അങ്ങനെ അത്തരം അനീതികളെ വെച്ചു പൊറുപ്പിക്കാൻ ആവില്ലെന്ന് പറഞ്ഞ് മുള്ളുവേലി വേണമെന്ന ആവശ്യത്തിൽ ഇന്ത്യൻ ജനതയും പിന്തുണച്ചു. തുടർന്നുള്ള ഈ വേലികെട്ട് ഉഭയകക്ഷി കരാർ ലംഘിച്ചാണ് എന്ന ഇന്ത്യയുടെ നീക്കം എന്ന് ആരോപിച്ച് ബംഗ്ലാദേശ് വിദേശകാര്യ സെക്രട്ടറി മുഹമ്മദ് ജംഷുദ്ദീൻ മുന്നോട്ട് വന്നു. കരാർ ലംഘനം നടന്നിട്ടില്ലെന്നും എല്ലാം ചട്ടപ്രകാരം തന്നെയാണ് പോകുന്നതെന്നും ധാക്കയിലെ ഇന്ത്യൻ സ്ഥാനപതി പ്രണയ് വർമ്മ ബംഗ്ലാദേശിന് മറുപടി നൽകി. അവിടം കൊണ്ടൊന്നും ഒന്നും അവസാനിച്ചില്ല. തിങ്കളാഴ്ച വീണ്ടും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ബംഗ്ലാദേശിന്റെ ഇന്ത്യയിലെ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ നൂറൽ ഇസ്ലാമിനെ വിളിച്ചു വരുത്തി. വേലി കെട്ടുന്നതിൽ ബംഗ്ലാദേശ് എതിർത്തു നിൽക്കുന്നതിനുള്ള ഉത്കണ്ഠ അറിയിച്ചിട്ടുണ്ടെന്നും ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് ഇന്ത്യയുമായി ഒപ്പിട്ട ചില ഉഭയകക്ഷി കരാറുകൾ ആണ് ഇന്ന് വേലി തർക്കത്തിന് വഴിയൊരുക്കുന്നതെന്നും ബംഗ്ലാദേശിന്റെ ആഭ്യന്തരകാര്യ ഉപദേഷ്ടാവ് ജഹാംഗീർ ആലം ചൗധരി പറയുകയുണ്ടായി. 2015 നരേന്ദ്രമോദിയും ഷെയ്ഖ് ഹസീനയുമായി ഒപ്പുവെച്ച ഭൂ അതിർത്തി ഉടമ്പടി അഥവാ ലാൻഡ് ആൻഡ് എഗ്രിമെന്റ് ചെറിയ തോതിലെങ്കിലും അതിർത്തി തർക്കങ്ങൾ അവസാനിപ്പിച്ചിരുന്നു. എൻക്ലേവുകളുടെ കൈമാറ്റവും ഭൂമി കൈമാറ്റവും എല്ലാം ഇതിന്റെ ഭാഗമായി നടന്നിരുന്നു. ആ കൊടുക്കൽ വാങ്ങൽ ബന്ധത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾ വന്നെങ്കിലും അത് ഇരു രാജ്യങ്ങളും വലിയ പ്രശ്നമായി എടുത്തില്ല. ഷെയ്ഖ് ഹസീനയുടെ പതനത്തിനു ശേഷമുള്ള ഈ ഇടക്കാല സർക്കാരിന് എന്തായാലും അധിക കാലമൊന്നും ഇന്ത്യയുമായി പിണങ്ങി നിൽക്കാനാവില്ല. കാരണം അരിക്കും മരുന്നിനും ചികിത്സയ്ക്കും വൈദ്യുതിക്കും വരെ അവർക്ക് ഇന്ത്യ വേണം. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായി നല്ല ബന്ധം തുടരേണ്ടത് എന്തുകൊണ്ടും ഇന്ത്യയേക്കാൾ ആവശ്യം ബംഗ്ലാദേശിനാണ്.